ഒരവസരം ഉണ്ടാകുമ്പോൾ സ്വാഗതം പറയുക എന്നുള്ളതാണ് കാര്യം. ആദ്യമായി സ്വാഗതം പറയുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മാളവൻ സ്വാഗതം. അദ്ദേഹത്തെ പറ്റി ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന ഈ പുരുഷമല സമയത്തായാലും തുടങ്ങിയത് പുരുഷമല സമയത്തായാലും നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സമയത്തും അതുപോലെ തന്നെ ഇഫ്താർ വിരുന്നിന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തി പകരുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിനുള്ള ട്രസ്റ്റ് ബോർഡുകൾ സ്ഥാപിക്കുകയും എല്ലാ നേതാക്കന്മാരെ വിളിക്കുകയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടനവധി അവാർഡുകൾ കരസ്ഥമാക്കി. ഒരു കഴിഞ്ഞ 2024 പ്രേം നസീർ ശ്രേഷ്ഠ പുരസ്കാരം അവാർഡ് പശ്ചിമ ബംഗാൾ ഗവർണർ അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള കേരള ഗവൺമെന്റിന്റെ 23ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള അവാർഡ് നമ്മുടെ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് അദ്ദേഹത്തിന് ആദരവ് നൽകി ആദരിക്കുകയുണ്ടായി. പറയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ശശി തരൂരിനോടൊപ്പം അദ്ദേഹത്തിന്റെ പേരും തിരുവനന്തപുരം നിയോജകമണ്ഡലം സജീവമായി നമ്മൾ കേൾക്കുന്നുണ്ടായി. അത്രയേറെ ജില്ലയ്ക്കകത്ത് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന ഒരു മാന്യ വ്യക്തിയാണ്. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ക്ഷയിച്ചിരുന്നപ്പോഴും കേരളത്തിലുടനീളം നടന്ന് എല്ലാ ജില്ലകളിലും കമ്മിറ്റികളെടുത്ത് എല്ലാ ജില്ലകളിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അഗ്നിക്കര പാഠശാലയിൽ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. വരുന്ന ദിവസങ്ങളിൽ നല്ല ശക്തിയായി ഇവിടെ നമ്മുടെ മുൻ MLA AT ജോർജിന്റെ മകൻ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനം പെട്ടെന്നായത് കൊണ്ടാണ് എല്ലാവരെയും അറിയിക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ വരുന്ന ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ആ പേരിപ്പോൾ സജീവമായി അദ്ദേഹത്തിന്റെ പേരിപ്പോൾ സജീവമായി ഇരിക്കുന്നുണ്ട്. അതുപോലെ കാലങ്ങൾ കോൺഗ്രസിന് അദ്ദേഹം മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് എന്റെ സ്വന്തം പേരിലും ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ പേരിലും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം വളരെ വ്യത്യസ്തമായ, എനിക്ക് 2 ദിവസത്തെ പരിചയമുണ്ടെങ്കിലും വളരെ ഒരു മാനസികമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ തന്നെ നമ്മളെ വിളിക്കുകയും ഈ പ്രദേശത്തൊന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇന്ന് രാവിലെ വിളിച്ച് അന്വേഷിക്കുകയും, സാധാരണ ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ അങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരങ്ങളാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് പറയൊരു കോൺഗ്രസ് നേതാവ് പോലും അങ്ങനെ വിളിച്ച് ചോദിക്കാൻ, പക്ഷെ അങ്ങനെ വിളിച്ച് ചോദിക്കാനുള്ളൊരു മനോധൈര്യം കാണിച്ച ഏറെ ആദരം തന്നെയാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മോഹൻ ചേട്ടനെ ഈ സ്വാഗതം ചെയ്തു. ഹെൽത്തിൽ വർക്കുന്നത് അതുപോലെ നമ്മുടെ ജില്ലയിലെ ട്രഷററാണ് ശ്രീ സത്യകുമാരി. എല്ലാ കാര്യങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്ത് ഏത് കമ്മിറ്റിയുണ്ടെങ്കിൽ ആറ്റിൻകരയിലും പാഠശാലയിലും തിരുവനന്തപുരത്ത് ഏത് സമയത്തായാലും വിളിച്ച് തന്നെ ഓടിയെത്തുകയും എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ഈ സംഘടനയ്ക്ക് മുതൽക്കൂട്ടായി നിൽക്കുന്ന ശ്രീ സത്യകുമാരി അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളും. അതോടൊപ്പം മറ്റുള്ള പേരുള്ള എല്ലാവർക്കും അലീഫ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം, ജയിക്കും. അതോടൊപ്പം തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ ആദരണീയനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പാളയം അശോക് ഡോക്ടർ പാളയം അശോക് അവരുടെ സ്വാഗതം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നിങ്ങൾ സ്വാഗതം പറഞ്ഞ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സബില, ജില്ലാ പ്രസിഡന്റ് മോഹൻ, ജില്ലാ ട്രഷറർ സബിമാരി, മറ്റു പ്രമുഖ മെമ്പർമാരായ ഇന്നിവിടെ പാഠശാലയിൽ ഒരു മീറ്റിംഗ് തുടങ്ങിയത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അതായത് നമ്മൾ
ഒരു 4 ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അത് മാറ്റുകയാണെങ്കിൽ അപ്പോൾ 31-ാം തീയതി വയ്ക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെച്ചത്. പക്ഷേ നമുക്ക് കുറെ ആൾക്കാര് സെൽമാര് വീടിന്റെ അടുത്തൊക്കെ കുറെ ബിസിനസ്സുകാരുണ്ട്, അവരെ ഉൾപ്പെടുത്താനുണ്ടായിരുന്നു. എ.ടി. ജോർജിന്റെ മകൻ ഇതില് പങ്കാളിയാണ്, അവരെ ഉൾപ്പെടുത്തി വലിയൊരു കമ്മിറ്റി ആയിട്ട് എടുക്കാണ്. അപ്പോൾ വേറെ ദിവസം ആവാം. ഇവിടെ ഈ പ്രക്കാർക്ക് ഒരു ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് കൂടുന്ന ആൾക്കാരാണ് നിശ്ചയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നടക്കുന്നത്. നമ്മൾ ഒന്നറിയേണ്ടത്, നമ്മളുടെ വ്യാപാരികൾക്ക് ഒരു കാര്യം വന്നാൽ വ്യാപാര സമൂഹം അതിലുണ്ടാവും, പാർട്ടി ഉണ്ടാവും. പാർട്ടി അതിൽ ശക്തമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതിൽ ഒരു സംഭവം നിങ്ങൾ കച്ചവടക്കാർക്കുള്ള ഒരു സംഭവം ഉണ്ടാകും. ആ കച്ചവടക്കാർക്ക് അത് നോക്കിയെടുക്കുന്ന നമ്മൾ പാർട്ടിയുടെ നേതാക്കളായിരിക്കും. കച്ചവടക്കാർക്ക് എന്ത് സംഭവം ഉണ്ടായാലും പാർട്ടിയുടെ നേതാക്കൾ നിങ്ങളുടെ അടുത്ത് വന്ന് അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കും. അപ്പോൾ ഒന്ന് അറിയേണ്ടത്, കച്ചവടക്കാർക്ക് ഈ ഭാഗത്ത് പാലശ്ശേരി ജംഗ്ഷനിലൊക്കെ നല്ല 100 കച്ചവടക്കാരുള്ളതാണ്. അവരുടെ മുൻപന്തിയിൽ നമ്മുടെ ഒരു ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ ആൾക്കാർ അതിലുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് ഈ സംഘടന വലിയ രീതിയിൽ പോവുകയും ചെയ്തു. ഇവിടുത്തെ നമ്മുടെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ശക്തമായിട്ട് ഒരു കമ്മിറ്റി എടുക്കുകയാണെങ്കിൽ അത് വിജയിച്ചു വരും. നാളെ നമ്മുടെ വാഗ്ദാനമായിരിക്കും. അത് അതുകൊണ്ടാണ് പുള്ളിയെ ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ഇതിൽ കമ്മിറ്റിയിൽ വെച്ചത്. ഈ കമ്മിറ്റി വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇൻട്രസ്റ്റ് എടുത്ത് വന്ന ഈ കമ്മിറ്റി ഇപ്പോ ഇന്ന് ഇത്ര ആളുണ്ടെന്ന് കരുതണ്ട, നാളെ ഇത് 10 മടങ്ങ് നല്ല വർദ്ധിക്കും. നമ്മുടെ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നമുക്കിവിടെ എല്ലാം സുതാര്യമാണ്. നമ്മുടെ സംഘടന ഈ രസീത് വിൽക്കുകയൊന്നും നമുക്കില്ല. മെമ്പർഷിപ്പ് എടുക്കുന്നതിൽ ആപ്പ് വഴിയാണ്. ആപ്പിൽ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ ഇത് ആപ്പുണ്ട്. അത് INBDC.com എടുക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അത് ആപ്പിൽ വരും. അത് ചെക്ക് ചെയ്ത് അതിന് നമ്മൾ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. 300 രൂപയാണ്. ആ 300 രൂപ എടുത്ത് അത് മെമ്പർഷിപ്പ് ആവുന്നവർക്ക് അവർ അംഗങ്ങളാവും. അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അവർക്ക് ID കാർഡ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇൻഷുറൻസ് എടുത്തിൻ്റെയൊക്കെ ഇതിന്റെ പിറകെ വരുന്നുണ്ട്. എല്ലാം കൊണ്ട് കച്ചവടക്കാർക്ക് ഉന്നമനത്തിന് വേണ്ടി എല്ലാ സഹകരണം ഉണ്ടാകുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഒരു കൂട്ടായ്മ, ഇവിടെ നിങ്ങൾ ഈ മെമ്പറാവുന്ന ആരുണ്ടോ അവർക്ക് ഒരു പ്രശ്നം വന്നാൽ അവരെ ഈ കൂട്ടായ്മ നമ്മളുടെ എല്ലാവരും ചേർന്ന് ആ കൂട്ടായ്മ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ഒരു ഗ്രൂപ്പ് ഇവിടെ ഒരു യൂണിറ്റ് എടുക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പ് വരും. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്നിച്ച് അണിനിരന്ന് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഇവിടുത്തെ ഈ പ്രദേശത്ത് ആൾക്കാരെ എത്രത്തോളം മെമ്പർഷിപ്പ് കയറ്റാമോ അത്രത്തോളം മെമ്പർഷിപ്പ് കയറ്റുകയും ഒരു പാർട്ടി പരിപാടി, നിങ്ങളെല്ലാം പാർട്ടി പരിപാടിയിലും ഈ സംഘടനാ പരിപാടികളിലും എല്ലാം പങ്കെടുക്കാനും നിങ്ങൾക്ക് വലിയ ഉന്നതങ്ങളിൽ എത്താൻ പറ്റും. നിങ്ങൾ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റും. ഇതിൽ പാർട്ടിയിൽ തന്നെ ഉയർച്ച ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ മനസ്സോടെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് നിങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഇത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ പാഠശാല യൂണിറ്റ് വേണ്ടി ഉദ്ഘാടനം ചെയ്താണ് പ്രഖ്യാപനം. ഏറെ ബഹുമാന്യനായ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബഹുമാനമുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ബാലകൃഷ്ണൻ, ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സജിലാൽ, ജില്ലയുടെ ട്രഷറർ, തിരുവനന്തപുരം ജില്ലയുടെ വനിതയുടെ പ്രസിഡന്റായ ശ്രീ സേവന്മാരി, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് വളരെ സുദീർഘമായൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്നെ പരിചയപ്പെടുവാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ കഴിയും. കാരണം ഞാൻ മുൻകാലങ്ങളിൽ ബിസിനസ്സുകാരും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് കഴിഞ്ഞ 3 വർഷമായി ഈ സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ആദ്യം ഈ സംഘടന കേരള
സംഘടനയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ശക്തമായ ജില്ലാ കമ്മിറ്റികളുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ശക്തമായ നമ്മുടെ ജില്ലാ കമ്മിറ്റി വയനാട് ദുരിത പ്രദേശങ്ങളിൽ നമ്മുടെ ആളുകൾ എത്തുകയും നമ്മുടെ വ്യാപാരികൾ നമ്മുടെ അവിടുത്തെ സഹോദരങ്ങൾ എത്തുകയും അവിടുത്തെ ആ ദുരിത പ്രദേശങ്ങളിൽ അവിടുത്തെ ക്യാമ്പുകളിൽ സംഘടിച്ച് അവിടെ ആവശ്യമായ സജ്ജീകരണങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ അവിടുത്തെ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവർ നമ്മളോടെല്ലാം 14 ജില്ലയോട് അവർ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഇന്നിവിടെ കൂടിയിരുന്ന ആദ്യമായിട്ടാണ് ഈ പാഠശാലയിൽ കമ്മിറ്റി ഉന്നയിക്കുന്നതിന് വേണ്ടി ഇത് വളരെ പെട്ടെന്നാണ് പാഠശാലയിൽ കമ്മിറ്റി തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വിളിച്ചതുകൊണ്ടാണ് ഇവിടെ വിപുലമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത മാസം 5-ാം തീയതിയാണ് ബഹുമാന ജില്ലാ സെക്രട്ടറി നമ്മളോട് ചോദിച്ച തീയതി. അടുത്ത മാസം 5-ാം തീയതിയാണ്. അപ്പോൾ 7-ാം തീയതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പിന്നെ 3-ാം തീയതി കർക്കിടക വാവ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അടിയന്തരമായി കമ്മിറ്റി വെക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്നത്തെ ഈ കമ്മിറ്റി ഇവിടെ വെച്ചത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആളിന്റെ കുറവ് സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കച്ചവടക്കാരുള്ളത്, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സംഘടിക്കാൻ പറ്റുന്നതുമായ ഒരു പ്രദേശമാണ് പാറശാല പ്രദേശം. പാറശാല നെയ്യാറ്റിൻകര പ്രദേശം എന്ന് പറയുന്നത് വ്യാപാരികളുടെ ഏറ്റവും നല്ല ഒരു പ്രദേശവും നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് എടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരു പ്രദേശമാണ് പാറശാല എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, എന്നെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് സുപരിചിതരായ അദ്ദേഹമാണ് നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി. അതുപോലെ തന്നെ അലിഫുമൊക്കെ നിങ്ങൾക്കറിയാം, സത്യവുമായൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. ഞങ്ങളെയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പതിവ് നിങ്ങളുടെ അടുത്തറിയുന്ന ആളുകളുമാണ്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ കച്ചവടക്കാർ അവർക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ നമ്മൾ കൂട്ടായി ഇടപെടുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളാണെങ്കിലും അത് നിസ്സാരമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മുമ്പോട്ട് പോകാമെന്ന് ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ശക്തമായ ഒരു കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി എടുക്കുന്നതിന് നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടാകും. ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഒപ്പം 7-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ വൈകുന്നേരം 4:30 മണിക്ക് തിരുവനന്തപുരം DCC ഓഫീസിൽ വാങ്ങിച്ചാണ് ജില്ലയുടെ കമ്മിറ്റി നടത്തുന്നത്. അത് ജില്ലാ പ്രസിഡന്റ് DCC പ്രസിഡന്റാണ് ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും അവിടെ. അതുകൊണ്ട് ഈ പ്രദേശത്തുനിന്നുള്ള മുഴുവൻ ആളുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മുഴുവൻ കച്ചവടക്കാരെ അന്നത്തെ മീറ്റിംഗ് പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നമസ്കാരം. ജില്ലയുടെ സ്ഥാനത്ത് വഹിക്കുന്ന എന്റെ പ്രിയ സഹോദരനും ജില്ലാ സെക്രട്ടറിയുമായ സന്നിധാൻ, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരെ, എന്നെ നിങ്ങൾക്ക് അറിയാം, പറഞ്ഞു കേട്ടല്ലോ. ചിലപ്പോൾ നിങ്ങളിപ്പോൾ മറന്നുപോയതായിരിക്കും. 2015 നവംബർ മാസം 19-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. അതിൻ്റെ ഒരു ഇര ആണ്. ബാക്കി സജിതാലൊക്കെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് 15-ാം വയസ്സില്, അതായത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് KSUവിലൂടെ കടന്നു വരികയും അന്ന് മുതൽ ഇന്നാൾ ഇതുവരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഇലക്ഷൻ ഞാൻ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിച്ചു, തോറ്റുപോയി. ആ സമയത്ത് ഇടതുപക്ഷക്കാരെന്നെ ഉപദ്രവിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇരയാണ് ഇപ്പം മനസ്സിലാക്കാം. അതിനുശേഷം ഇപ്പം ഞാൻ ഒരു 12-13 വർഷമായിട്ട് DCC മെമ്പറായിട്ടും പാറശാലയിലാണ് എന്റെയും താമസം. ഞാൻ പാറശാല നിയോജകമണ്ഡലക്കാരിയാണ്. അമരവിളയിലാണ് താമസം. എൻ്റെ ഒരു സമീപമായിരിക്കുന്നതാണ്. പിന്നെ ABVC, നേരത്തെ KPVVC എന്ന പേരിൽ അറിയപ്പെട്ടത്. അതായത് ആരംഭം കുറിച്ച് അന്ന് മുതൽ ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരികയാണ്. INVVC ആയപ്പോഴത്തേക്കും ഞാനത് ഇതിന് നമ്മുടെ സംഘടനയിൽ വന്ന ചിലര്
നമുക്ക് ഇട്ടുപാൽ വെച്ചിട്ട് പോയെങ്കിലും എന്നെ കൂട്ടാൻ നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞു ഞാനൊരാളെ മാത്രമേ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളൂ. ഞാൻ കടന്നു വന്ന പ്രസ്ഥാനത്തിന് കയറി വന്ന പ്രസ്ഥാനത്തിന് പിന്നെ മുന്നിട്ട് ചെയ്യാൻ തയ്യാറല്ല ഞാൻ ഇതുപോലെ ഓർപ്പിച്ചു വരികയാണ്. ഇന്നിവിടെ കൂടിയ ഈ സൃഷ്ടിച്ച കമ്മിറ്റി ആണെങ്കിൽ പോലും സൃഷ്ടിച്ച കമ്മിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ ഇത്രയും പേരെ ഇത്ര പെട്ടെന്ന് തന്നെ ഒരു രൂപീകരിച്ച ഈ ഒരു സംഘടനയ്ക്ക് ഇനിയും ജഗദീശന്റെ എല്ലാവിധ സഹായത്തോടു കൂടിയും വലിയൊരു കമ്മിറ്റിയായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നടത്തുന്നു. മാറരുതേ, ഒരു മിനിറ്റ്. ജില്ലാ പ്രസിഡന്റ് സരിതൻ അദ്ദേഹം എല്ലാവരും അതിൻ്റെ എൻ്റെ സ്വന്തമായ ഭാഷയിൽ സ്വാഗതം അതിന് അർപ്പിച്ചു പോകുന്നു. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കമ്മിറ്റി ഈ ചെറിയ കാര്യങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ പക്ഷേ എല്ലാവരും എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും എന്നെ കൊണ്ട് പലരും ഇപ്പോഴും വിളിച്ചിട്ട് അവിടെ ആയിട്ട് സ്പെഷ്യലി നിൽക്കുകയാണ്. തന്നെ കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എനിക്കതിൽ എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നില്ല. എന്തായാലും അടുത്ത കമ്മിറ്റി ഉടനെ തന്നെ 10-ാം തീയതിക്ക് ശേഷം എല്ലാവരും തീരുമാനിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്മിറ്റി എന്തായാലും നമ്മൾ 15-20 സംഘടന നമ്മൾ നടത്താനുള്ള ഒരു പരിപാടിയായിരുന്നു കണക്ട് ചെയ്ത് ക്യാമ്പിൽ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അത് വിശദമായിട്ടൊന്ന് അന്വേഷിച്ച ശേഷം നമുക്കത് വേണ്ട പോലെ നമുക്ക് ചെയ്യാം. ഒപ്പം എന്തായാലും ഇവിടെ ഈ ഇങ്ങനെ ഒരു ലോകത്തിനെ ഏൽപ്പിച്ച് വിശ്വാസം അർപ്പിച്ച് ഈ കമ്മിറ്റിയോട് ഉറപ്പായിട്ടും എൻ്റെ 100% പൂർവ്വം ഒപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന എൻ്റെ ആത്മാർത്ഥപരമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്തും ഞാൻ ഈ കമ്മിറ്റി വേണ്ടി ചെയ്യുമെന്ന് ഞാൻ പറയുന്നുണ്ട്.